കേരള രാഷ്ട്രീയത്തിൽ ഒരു മുന്നണി മാറ്റ ചർച്ചകൾ നടക്കുന്നത് ആ മുന്നണി ഒരു പാർട്ടി ചിലപ്പോൾ മുന്നണി മാറണമെന്നില്ല. ആ ചർച്ച ഫോർ ദ സേക്ക് ഓഫ് ചർച്ച എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ CPM ഇപ്പോഴാണല്ലോ മുസ്ലിം ലീഗ് കടുത്ത ഈ പറയുന്ന എന്തോ ജമാഅത്തുമായി ചേർന്നുള്ള അടുപ്പിക്കാൻ കൊള്ളാത്തവരാവുന്നു. ഇടയ്ക്കൊരു കാലത്ത് CPM നേതാക്കൾ ക്യൂ നിന്ന് ലീഗിനെ ക്ഷണിച്ച IP ജയരാജൻ അടക്കമുള്ളവർ പലയാവർത്തി ലീഗിനെ ക്ഷണിക്കുന്ന കാഴ്ച നാം കണ്ടതാണ്. യഥാർത്ഥത്തിൽ അത് ലീഗ് UDF വിട്ട് LDF വരും എന്ന കരുതലിൽ പ്രതീക്ഷയിൽ ക്ഷണിക്കുന്നതല്ല. അണികൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, വോട്ടർമാർക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൂടിയായിരുന്നു അത്. അപ്പോൾ ഈ ചർച്ചകൾക്ക് അങ്ങനെ ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട്, ഒരുപക്ഷെ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനേക്കാൾ അല്ലെ അതിനോടൊപ്പം. ദിലീപ്, തീർച്ചയായും അത്തരം ചില പ്രചാരണങ്ങൾ സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ. അത് മറ്റ് മുന്നണികളിലുള്ള പാർട്ടികളെ അടർത്തിയെടുക്കുന്നതിനൊക്കെയായി ഈ നിലയിലുള്ള ചില ചർച്ചകൾ പൊതുമണ്ഡലങ്ങളിൽ സജീവമാക്കുക എന്നതൊരുപക്ഷെ രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. അത് നേരത്തെ കേരളം പലവട്ടം അത് കണ്ടിട്ടുള്ളതും തെരഞ്ഞെടുപ്പിലൊക്കെ അത് പ്രതിഫലിച്ചിട്ടുള്ളതുമാണ്. ഇപ്പോൾ ഏതായാലും ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് ശേഷമാണ് ഈ ചർച്ചകൾ കൂടുതൽ സജീവമായത്. ഈ ആശയം അല്ലെങ്കിൽ മുന്നണി മാറ്റം എന്ന ആവശ്യം കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ആ നിലയിലുള്ള ആവശ്യം വളരെ ശക്തമായതും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ചില നേതാക്കളെങ്കിലും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴൊരു മുന്നണി മാറ്റം എന്നത് ഏതായാലും ജോസ് കെ മാണി പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് എം അത്തരത്തിലുള്ള ഒരു ചർച്ചകൾ അത് ആഭ്യന്തരമായി ആ പാർട്ടിയിൽ നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പരസ്യമായി അത്തരം ചർച്ചകൾ വേണ്ട എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റാണ് കേരള കോൺഗ്രസ് എമ്മിന് LDF നൽകിയിരുന്നത്. അതിൽ 12 ഇടത്താണ് കേരള കോൺഗ്രസ് എം മത്സരിച്ചത്. കുറ്റ്യാടി സീറ്റിൽ പ്രാദേശിക CPIM നേതൃത്വത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് ആ സീറ്റ് CPIMന് നൽകി 12 സീറ്റിൽ മത്സരിച്ചിരുന്നു. ഇത്തവണ കുറ്റ്യാടിക്ക് പകരം പേരാമ്പ്ര സീറ്റ് എന്ന അവകാശവാദം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യവും ഉറപ്പാണ്. ഏതായാലും അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കുമെല്ലാം താൽക്കാലികമായെങ്കിലും വിരാമമായിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എം LDFൽ തുടരും. പിന്നീടുള്ള കാര്യങ്ങൾ അപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിക്ക് അനുസരിച്ച് കേരള കോൺഗ്രസ് എം ആലോചിക്കും. മുന്നണി മാറ്റം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പരിഗണനയിൽ വന്നേക്കാം. ഇപ്പോൾ ഏതായാലും അത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രതികരണങ്ങൾ, അതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ ഏതായാലും ഒരു താൽക്കാലിക വിരാമം ഇപ്പോൾ ജോസ് കെ മാണി ഇട്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.